സോ ആയാലോ ഗൈസ്, അങ്ങനെ ഫൈനലി നല്ലൊരു ഹാപ്പി ന്യൂസാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ BMW താണ്ട് ഇതിനകത്ത് കെട്ടിപ്പൂട്ടി ഇട്ടിരിക്കുകയാണ് നമ്മുടെ കേസും കാര്യങ്ങളായിട്ട്. ഫൈനലി താണ്ട് നമ്മളെ കേസ് ജയിച്ചു. അങ്ങനെ താണ്ട് നമ്മുടെ BM എടുക്കാൻ പോവാണ്. സന്തോഷമുണ്ട്, പക്ഷേ ചെറിയ സങ്കടമുണ്ട്. കാരണം താണ്ട് സൈഡിലൊക്കെ പൊടിയും പിടിച്ച് 4 ടയറും പോയി. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഈ വണ്ടി ഇവിടെയൊക്കെ സേഫാണ്. കാരണം നല്ല ഗ്യാരേജാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. എന്നും വെച്ച് പോലീസുകാരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ കഴുകി വയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിവേ ഗൈസ്, സോ ഫൈനലി നമുക്ക് താണ്ട് നമ്മുടെ വണ്ടി കിട്ടിയിരിക്കുകയാണ്. ജസ്റ്റ് കിഡിങ് ഗൈസ്. സോ എനിവേ ഫൈനലി ഇതാണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് വണ്ടി. ഇനി വേണം നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നോക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. സോ ഗൈസ്, ഇതുവരെ നോക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല. 4 ടയറും പോയിരിക്കുകയാണ്. അത് മാത്രമല്ല താണ്ട് ഫുള്ള് പൊടി പിടിച്ചിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു ലോസ് ആൻഡോസ് പോലീസ്. കാരണം നല്ല ഗ്യാരേജിലാണ് നമ്മുടെ വണ്ടിയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എലിശല്യമൊന്നുമില്ല. അത് കാരണം നമുക്ക് ഇച്ചിരി നല്ല ഇതാണ്. കാരണം 2 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ എന്നാലും ഓടിക്കത്തില്ലല്ലോ. 4 വീലും പോയി കിടക്കുവാണ്. ഇത് കണ്ടോ, കൺട്രോൾ ഇല്ല. അതാണ്ട് വീൽ അലൈൻമെന്റ് ഇല്ല. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് നമ്മുടെ വണ്ടിയും കിട്ടിയിരിക്കുകയാണ്. നല്ല നമ്മുടെ പറക്കും തളികയാണ് ഇത്. എൻ്റെ പൊന്നോ, നമ്മുടെ പടക്കുതിര അങ്ങ് ചാടി പോകുന്ന കണ്ടോ. സോ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നത്. താണ്ട് നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. താണ്ട് ഒരു ടയർ പോയി, കംപ്ലീറ്റ്ലി പോയി. അലോയും തുരുമ്പടിച്ച് പോയിരിക്കുകയാണ്. ചെറിയ സ്ഥലത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടു. അത് മാത്രമല്ല, ബട്ട് അകത്ത് സീറ്റിനോ അല്ലെങ്കിൽ വയറിങ് ഇഷ്യൂ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ നേരെ പതിയെ ഇത് ഓടിച്ചിട്ട് നേരെ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെ പോയിട്ട് വാട്ടർ വാഷും ഫുള്ള് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഗ്യാരേജിൽ വണ്ടി കൊടുത്ത് 2 ദിവസമായി. അങ്ങനെ ഫൈനലി ഇതാണ്ട് റീപെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, വാഷിങ് ചെയ്തു, 4 പുതിയ ടയർ എടുത്തിട്ടു ഗൈസ്. ഇപ്പോഴാണ് നല്ല പവർ വന്നത്. ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ വിട്ടു. അപ്പോൾ നമ്മുടെ ബീക്കർ മച്ചാൻ പറഞ്ഞത് ഇവിടെ ഒന്നും സെറ്റാക്കാൻ പറ്റത്തില്ല, നീ നേരെ സിറ്റിനകത്ത് പോയി അവിടെ പോയി ഞാൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ പോയി നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന്. അവൻ നേരെ അവിടെ പോകുന്നേ. എടാ മോനെ, ഇപ്പോഴാണ് വണ്ടി കിട്ടിയ 2 വർഷത്തിന് ശേഷം വീണ്ടും നീ പുതിയ കേസ് ഉണ്ടാക്കാൻ വിചാരിക്കല്ലേ. താണ്ട ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം. എൻ്റെ പൊന്നോ, ഈ സ്പീഡിൽ ഞാൻ പോകുന്ന സ്പീഡിൽ താണ്ട് വണ്ടി മറ്റേതാ ക്യാമറയ്ക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല എന്നെ. സോ ഗൈസ്, അങ്ങനെ താണ്ട് ഫൈനലി നമ്മുടെ ഗ്യാരേജിൽ വന്നിട്ടുണ്ട്. ഇതാണോ ഗ്യാരേജ് എന്ന് ചോദിക്കല്. ഇവിടെ ഭയങ്കര ബീസ്റ്റ് മോഡിഫിക്കേഷനാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ വാസോണിൻ്റെ കാറില്ല, ആ രീതിയിലാണ് മോഡിഫിക്കേഷൻ ചെയ്തെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം. മറ്റേ ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്യണം. പക്ഷേ വാസോണിൻ്റെ വണ്ടീനെ കാട്ടിലും നല്ല ബീസ്റ്റ് ലെവലിൽ ചെയ്യാൻ പോവാണ്. കാരണം ഇത് നമ്മൾ റോഡിൽ എടുക്കാൻ പോകുന്നില്ല, വൺലി ഷോസിന് മാത്രമാണ്. അത് മാത്രമല്ല, ഈ സിറ്റിയിൽ മോഡിഫിക്കേഷനൊക്കെ നോർമലാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ അകത്ത് കൊണ്ടുപോയിട്ട് ഞാൻ പറയാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഇതാണ്ട് നമ്മുടെ സ്മോക്കൊക്കെ ഇട്ടിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പോവാണ്. വീണ്ടും റീപെയിൻറ്റിങ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വാസോണിൻ്റെ അടുത്ത് ഉള്ള ആ സെയിം കാറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം കിഡുമാണ്. നമ്മുടെ പറക്കും തളിക ഇച്ചിരി കൂടി നല്ല ബീസ്റ്റ് ലെവൽ മാറിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഫുള്ളും മോഡിഫിക്കേഷനാണ്. ആ കളറും പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് കണ്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ പറക്കും തളികനെ ജസ്റ്റ് ഒന്ന് പറത്തി നോക്കാം. നമ്മുടെ പടക്കുതിരേനെ, എൻ്റെ പൊന്നോ എന്തൊരു ജമ്പിങ് ആണ്. എൻ്റെ മോനെ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടോ, ബ്രേക്ക് അടിച്ചപ്പോൾ തന്നെ 2 കിലോമീറ്ററിന്റെ ദൂരെയാണ് തള്ളി നിന്ന് ബ്രേക്ക് അടിക്കുന്നത്. എൻ്റെ പൊന്നോ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി താണ്ട് ബീച്ചിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫാൻസായ ഗേൾസും ബോയ്സും അവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ വണ്ടി താണ്ട് ഇവിടെ നിൽക്കുവാണ്. ഇനി 3, 2, 1 യെസ് ഗൈസ്, നമ്മുടെ സ്റ്റണ്ട് ഷോ താണ്ട് നമ്മുടെ ബീച്ച് ഷോ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, അതാരാ നടുക്ക് കിടക്കുന്നേ? എൻ്റെ പൊന്നു മോളെ, നീ ആരാ കിടക്കണേ? മോനാണോ മോളാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വീട്ടിൽ പോ മോളെ. ഓക്കെ, സോ എനിവേ ഗൈസ്, നമ്മുടെ വണ്ടി അങ്ങ് ബീസ്റ്റാക്കി എടുത്തിരിക്കുകയാണ്. എൻ്റെ മോനെ, എല്ലാവരും ക്ലാപ്പ് അടിക്കുകയാണ്. എല്ലാ ക്ലാപ്പിംഗ് സൗണ്ടും ചിയറിങ് സൗണ്ടും ആണ്. യെസ് ഗൈസ്, പൊളിച്ചു. സോ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് എല്ലാ ഗേൾസിനും ഒരു ആഗ്രഹമാണ് നമ്മുടെ വണ്ടിയുടെ പിന്നാലെ ഇരിക്കുന്ന ആ എക്സോസ്റ്റിലിരിക്കുന്ന ആ ഒരു തീ കാണാൻ. അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ താണ്ട് ഇവിടെ നിന്ന് വിട്ടു. ഓക്കെ, അടുത്ത വേറെ കേസ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നു. യെസ് ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മോഡൽ ഏത് മോഡലാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക. ഓക്കെ, ബൈ.